ഓക്കെ, ഇനിയും അപ്പോൾ ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് പേര് പോലെ തന്നെ ഒരു അണ്ടർവേൾഡ് സെറ്റപ്പ് ആണോ? അണ്ടർവേൾഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ആക്ച്വലി ഞാൻ ഇതിനകത്തൊരു സ്മോൾ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിന് ഇൻ്റർവെല്ലിന് ശേഷം വരുന്ന ഒരു പോർഷനാണ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ടാണ് വരുന്നത്. ഉമാ ഹിരൺമയി എന്ന് പറയുന്ന കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വളരെ കുറച്ച് പോർഷൻ എനിക്ക് ഐ തിങ്ക് ഒരു 3 to 5 days ആണ് ഞാൻ ഷൂട്ട് ചെയ്തത്. ഷെബി ചാവക്കാട് സാറാണ് എന്നെ വിളിച്ചത് ഈ ഒരു കഥാപാത്രത്തിലേക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ 2-3 ആൽബംസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് പുള്ളി പറഞ്ഞിരുന്നു മൂവി തുടങ്ങുമ്പോൾ വിളിക്കും, അപ്പം വരണം എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ഓർത്തിരുന്നു, വിളിച്ചു. ഞാൻ ഇതിനകത്തൊരു സ്പെഷ്യൽ അപ്പിയറൻസ് എന്നുള്ള പോലെ ഒരു കഥാപാത്രം ചെയ്തു. സുകുമാരക്കുറുപ്പായിട്ട് എത്തുന്നത് അബു സലീമായിട്ടാണ്. അപ്പോൾ എത്രത്തോളം അത് വർക്കൗട്ട് ആയിട്ടുണ്ട്? അതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം. സുകുമാരക്കുറുപ്പായിട്ട് എത്തുന്നത് അബു സലീമിക്ക, അതുകൊണ്ട് എത്രത്തോളം വർക്കൗട്ട് ആയിട്ടുണ്ട്. അബു സലീമിക്കയുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനും ഫുള്ളായിട്ട് പടം കണ്ടില്ല. ഫുള്ളായിട്ട് തിയേറ്ററിൽ നിങ്ങളെ പോലെ തന്നെ ഞാനും റിലീസ് ഡേറ്റ് അന്ന് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പോർഷൻ ഞാൻ ഷൂട്ട് ചെയ്തു. പിന്നെ അടുത്ത സിനിമയുടെ ലൊക്കേഷനിലേക്ക് ഞാൻ പോയി. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു നല്ലൊരു എലമെൻ്റ് ഉള്ള ഒരു സിനിമയായിരിക്കും. നമുക്കറിയാം ഷാജി കൈലാസ് സാറിൻ്റെ മകൻ റോഷൻ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ആളുടെ എൻട്രി കൂടിയാണ് ഈ സിനിമ. അതുകൊണ്ട് ഒരുപാട് യങ്സ്റ്റേഴ്സിൻ്റെ ഒരു വൈബ്രൻസും കൂടി ഈ സിനിമയിലുണ്ട്. മലയാളത്തിലെ 2 കഥാപാത്രങ്ങൾ, ഒന്ന് കടുവയിലും ഒന്ന് അയാളിലും, അതും മലയാളികൾ ഒരിക്കലും മറക്കില്ല. പക്ഷെ വ്യത്യസ്തമായിട്ടാണ് വീണ്ടും ഒരു പോലീസ് വേഷം ചെയ്ത് ജനങ്ങളെ ഞെട്ടിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അതില് എന്താണ് പറയാനുള്ളത്? പോലീസ് വേഷം ഇട്ടെന്ന് പറഞ്ഞ് ഞെട്ടിക്കാൻ പറ്റുമോ? അങ്ങനെയില്ല ചേട്ടാ. ആക്ച്വലി എല്ലാ കഥാപാത്രങ്ങളും പോലെ തന്നെ ഇതും എനിക്കൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് തരുന്ന ക്യാരക്ടർ നന്നായിട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഷെബി സാറ് വിളിച്ചപ്പോഴത്തേനും ഒരു ഗസ്റ്റ് റോൾ ഉണ്ട്, എൻ്റെ ഒരു ചെറിയ പടമാണ് ഇനിയെന്ന് വന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹമായിട്ടുള്ളൊരു നല്ല സൗഹൃദ ബന്ധം ഉള്ളതുകൊണ്ടാണ് ഈ സിനിമയിലേക്ക് കാസ്റ്റ് ആയതും അത് സിനിമ സെലക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ വേറൊരു ഷൂട്ടിങ്ങിനിടയിൽ നിന്ന് വന്നിട്ട് ഇവരെ സെറ്റിലേക്ക് വന്നപ്പോൾ ആദ്യം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാൻ എന്തിനാ ഇങ്ങനത്തെ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചു. അപ്പം ഇതൊരു ഡിഫറെൻറ്റ് ജേണലാണ്. ഞാൻ യൂഷ്വലി ചെയ്തിട്ടുള്ള നാടൻ കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമുള്ളതാണ്. മലയാളികൾ എനിക്ക് തോന്നുന്നു യൂണിഫോം ഇട്ട് എന്നെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഞാൻ തമിഴ് സിനിമയിൽ പോലീസ് യൂണിഫോം ഇട്ട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കലാകാരി എന്ന നിലയിൽ ആരാധകരുടെ പ്രാധാന്യം എത്രത്തോളമാണ്? ഒരുപാടാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കാനും അതുപോലെ സ്വീകരിക്കാനും. ഇപ്പം ഞാനൊരു പെർഫോമറാണ്, ഞാനൊരു സ്റ്റേജ് ആർട്ടിസ്റ്റാണ്. അപ്പം നമ്മൾ പെർഫോം ചെയ്യുന്ന ഡാൻസ് ആയിരുന്നാലും കോമഡി ആയിരുന്നാലും സ്കിറ്റ് ആയിരുന്നാലും ആക്ട് ആയിരുന്നാലും അത് കാണാനായിട്ട് കാണികളുള്ളതും അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാരുള്ളതും അത് കമൻറ്റ് ചെയ്യാനും ക്രിട്ടിസൈസ് ചെയ്യാനും ജനങ്ങളും വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. അതുപോലെ സിനിമ എന്ന് പറയുന്ന മീഡിയയും ഇറ്റ്സ് എ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ മീഡിയയാണ്. അത് കണ്ട് ആസ്വദിക്കാനുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് മേഖലയാണ്. അപ്പം ഓഡിയൻസ്, ഫാൻസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഈ ആരാധകരുടെ കാര്യം പറയുമ്പോൾ ഈയിടെ ഉണ്ടായ പ്രശ്നങ്ങൾ, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയിൽ. ഒരുപാട് പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇനിയുടെ അഭിപ്രായത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടോ? അതായത് പ്രൊഡ്യൂസറുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഒരു സംവിധായകൻ്റെ അടുത്തുനിന്നോ എന്തെങ്കിലും മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും സിനിമയിൽ തുടർന്ന് പോവില്ലായിരുന്നു. കാരണം ഞാൻ വളരെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗേളാണ്. അപ്പോൾ സിനിമയും ആക്ടിങ്ങും ഡാൻസും അതുപോലെ എൻ്റെ പഠനവും എല്ലാം ഒരേപോലെ കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്പം ഞാൻ ചെറിയ വയസ്സ് തൊട്ടേ സിനിമയിലുണ്ട്. അങ്ങനെയുള്ള സിനിമകളിലൊന്നും ഞാൻ ഭാഗമായിട്ടുമില്ല, ഞാനൊരു ഗ്രൂപ്പിലുമില്ല. അതുപോലെ തന്നെ എന്നെ പുഷ് ചെയ്യാനോ വെൽവിഷറോ അല്ലെങ്കിൽ എന്നെ റെക്കമെൻഡ് ചെയ്യാൻ ആൾക്കാരോ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഗ്യാങ്ങോ അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പടവെട്ടി പൊരുതി ഈ സിനിമയിലേക്ക്, ഇൻഡസ്ട്രിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, സിനിമ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇറ്റ്സ് ലൈക്ക് എല്ലാ ഫീൽഡിലും എല്ലാ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. അപ്പം നമ്മളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്, നമുക്ക് എന്ത് വേണം എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുക, അല്ലേ? അപ്പോൾ നമ്മുടെ ലൈഫ് എന്താവണം എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തായി തീരണം, അല്ലെങ്കിൽ എന്ത് ആവണം എന്നുള്ളതും. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വിധിച്ചത് സിനിമയാണ്. ഇപ്പം ഞാനൊരു കലാകാരിയാണെന്ന് പറയുന്നതിൽ വളരെയധികം പ്രൗഡാണ്. അത് സ്പെഷ്യലി ഒരു മലയാളി ആയിരുന്നിട്ടും എല്ലാ ഭാഷകളിലും ഞാൻ സിനിമ ചെയ്യുന്നുണ്ട്. വെൻ ഐ ഫീൽ ലൈക്ക് ഞാൻ പുറത്ത് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ 10 ഇന്ത്യൻ താരം എന്ന് പറയുമ്പോൾ ഐ ഫീൽ വെരി പ്രൗഡ് ആൻഡ് പ്രിവിലേജ്.
ആൻഡ് സ്പെഷ്യലി ഞാൻ മലയാളം സിനിമകൾ ചെയ്യാൻ വരുമ്പം എനിക്ക് ഭയങ്കര ഒരു ഫാമിലി അറ്റാച്ച്മെൻ്റ് ആണ്. ഞാൻ കൂടുതലും മലയാളം സിനിമകൾ ചെയ്തിട്ടുള്ളത് ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസും കഥാപാത്രങ്ങളും ഒക്കെയാണ്. വർക്കിംഗ് അറ്റ്മോസ്ഫിയറും ഐ ഫീൽ ലൈക്ക് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട്. അല്ലാതെ ഈ സമീപത്ത് പറയുന്ന ഇൻസിഡൻസുകൾ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ലൈഫിൽ നടന്നിട്ടുള്ളത്, അല്ല അവരുടെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തപ്പോൾ നടന്നത്, അല്ലെങ്കിൽ ആ സമയത്ത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇൻസിഡൻസ്, അല്ലെങ്കിൽ അവർക്ക് ആരോട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഇൻസിഡൻസ്, അല്ലെങ്കിൽ പണ്ടെങ്ങാണ്ടോ നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ശരിയും ഇല്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ബോധമില്ലാതെ പറയുന്ന കാര്യങ്ങൾ, അങ്ങനെ പല രീതിയിലും ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ ഏത് ശരി തെറ്റെന്ന് ഒരിക്കലും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ഇവിടെ നാട്ടിൽ നിയമ നടപടികളുണ്ട്, അതിൻ്റെ അധികാരികളുണ്ട്, അതിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്, അത് വെരിഫൈ ചെയ്യാനും അന്വേഷിക്കാനും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനും ഒക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ നടന്നോളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഞാൻ ഈ പറയുന്ന ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്ത് എൻ്റെ ലൈഫിൽ, എൻ്റെ സിനിമാ കരിയറിൽ ഇതുവരെ യാതൊരു ഇൻസിഡൻസും ഉണ്ടായിട്ടില്ല. ഐ ഫീൽ സിനിമ ഇൻഡസ്ട്രി ഈസ് ദ മോസ്റ്റ് സേഫസ്റ്റ് പ്ലേസ് ടു വർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, സിനിമ സ്വപ്നമായിട്ട് കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, സിനിമയാണ് ഉപജീവന മാർഗ്ഗമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഞാനായിരുന്നാലും എൻ്റെ മെയിൻ പ്രൊഫഷൻ എന്ന് പറയുന്നത് സിനിമയാണ്. സിനിമ തന്നെയാണ് എനിക്ക് അന്നം തരുന്നത്. അപ്പം ഈ ഒരു മേഖല ഒരിക്കലും തെറ്റായ മേഖലയാണെന്നോ, അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് പേര് ചൂഷണത്തിന് ഇരയാവുന്നുണ്ട്, അല്ലെങ്കിൽ യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ മോളസ്റ്റേഷൻ നടക്കുന്നുണ്ട്, ഫിസിക്കൽ ഹാരാസ്മെൻറ്റ് നടക്കുന്നുണ്ട് എന്നാൽ ഞാൻ ചെയ്ത സിനിമകളിലൊന്നും എനിക്ക് അങ്ങനെ ഒരു അനുഭവമേ ഉണ്ടായിട്ടില്ല. അപ്പം ഐ ഫീൽ ലൈക്ക് വെരി കംഫർട്ടബിൾ വർക്കിംഗ് ഇൻ സിനിമ. ഈ ഇന്റിമേറ്റ് സീനുകൾ നിർബന്ധിപ്പിച്ച് അഭിനയിപ്പിക്കുന്നു, അതുപോലെ തന്നെ ലിപ് ലോക്ക് സീൻ ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരിക്കലില്ല ചേട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഡയറക്ടർ പറയണം ഒരു കിസ്സിങ് സീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്ക്രിപ്റ്റിലും പറയും, അല്ലാതെ നമ്മൾ ഓറലായിട്ട് പറയും. അതുപോലെ അഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ദെർ വിൽ ബി സം ഇൻറ്റിമേറ്റ് സീൻസ് ആൻഡ് ബെഡ്റൂം സീൻസ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യുന്ന അനുസരിച്ചാണ് നമുക്ക് റെമ്യൂണറേഷനും അതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം പറയാം ഐ ആം നോട്ട് കംഫർട്ടബിൾ ടു ഡു ദിസ് സീൻ എന്നുള്ളത്. ആരും ഫോഴ്സ് ചെയ്യത്തില്ല. ആ സീൻ ചെയ്തില്ലെങ്കിൽ ആ സീൻ ചെയ്യണ്ട, അല്ലെങ്കിൽ അത് അഭിനയിക്കാൻ താല്പര്യമില്ലെങ്കിൽ ചെയ്യണ്ട. ആരും ഫോഴ്സ് ചെയ്തിട്ടൊന്നും ചെയ്യത്തൊന്നുമില്ല. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ അത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാനൊരു കമൻറ്റ് ചെയ്യുന്നത് ചില ആൾക്കാരുണ്ട്, ദേ വിൽ ബി ഇനിഷ്യലി റെഡി ടു ഫേസ് എവറിത്തിങ്, റെഡി ടു ഡു എനിത്തിങ്. അത് കഴിഞ്ഞതിന് ശേഷം എന്നെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഞാൻ പറയാത്ത കാര്യങ്ങൾ ചെയ്തു, അങ്ങനെ. ഇപ്പം ഞാൻ അഭിനയിച്ച സിനിമകളിലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത ചില സീൻസുകൾ അഭിനയിക്കാൻ പറയാറുണ്ട്, ബെഡ്റൂം സീൻസ്. അപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫായിട്ട് അഭിനയിക്കുമ്പോൾ ഇൻറ്റിമേറ്റ് സീൻസ് കാണിക്കണം. അപ്പോൾ അതിൽ എത്രത്തോളം കാണിക്കാൻ പറ്റും, എത്രത്തോളം ന്യൂഡിറ്റി അല്ലെങ്കിൽ എത്രത്തോളം ഓപ്പണായിട്ട് കാണിക്കാൻ പറ്റും, ഏത് രീതിയിൽ കാണിക്കണം എന്നുള്ളത് ഞാനും ക്യാമറാമാനും അസിസ്റ്റൻ്റ് ക്യാമറാമാനും, അതുപോലെ നമ്മൾ ചെറിയ ഇൻറ്റിമേറ്റ് സീൻസൊക്കെ ചെയ്യുമ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ, യൂണിറ്റിൽ എല്ലാവരും ഉണ്ടാവാറില്ല. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യും, സാർ ഇങ്ങനെ എടുക്കാം, അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ചില ആംഗിൾസ് നമ്മൾ ചീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യും. അതുപോലെ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുമായിട്ട് നമ്മൾ കംഫർട്ടബിൾ ആണോ എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. ഡയറക്ടറിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കും, കഥയിൽ ഇങ്ങനെയാണോ വേണ്ടത്, അപ്പോൾ ഇത് ചെയ്താലല്ലേ ഭംഗിയുള്ളൂ, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ അത് ഓവർ വൾഗാരിറ്റി ആവില്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. അത് സിനിമ കമ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ സമയമുണ്ട്, സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയമുണ്ട്, ഷൂട്ടിംഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചർച്ച ചെയ്യാൻ സമയമുണ്ട്. അപ്പം അതെല്ലാം ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഈക്വലായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പം അത്രയും ടെക്നീഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തുറന്ന് പറയാൻ യാതൊരു മടിയുടെ ആവശ്യവുമില്ല. ഇപ്പം ഞാൻ കംഫർട്ടബിൾ അല്ല സീൻ എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ചിട്ടില്ല, ചില സീൻസും എനിക്ക് കംഫർട്ടബിൾ അല്ല, അന്ന് ഞാൻ അഭിനയിച്ചിട്ടില്ല. ഞാൻ പറയും, ഇപ്പോൾ സ്മോക്കിംഗ് എന്ന സീന് വരും, അപ്പം ഞാൻ പറയും ഞാൻ സ്മോക്ക് ചെയ്യുന്ന സീന് നിങ്ങൾ എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഡ്യൂപ്പിട്ട് എടുക്കാനും പാടില്ല എന്ന് പറയും. അങ്ങനെ കാണിക്കരുത് എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. അതുപോലെ ഒരു സിനിമയിൽ ഞാൻ തമിഴ് സിനിമ ഷൂട്ട് ചെയ്തപ്പോൾ ഡയലോഗ് കുറച്ച് വൾഗറായിട്ട്, അതായത് ബാഡ് വേർഡ്സ് പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഈ ബാഡ് വേർഡ്സ് പറയുമില്ല, ഞാൻ ഡബ്ബിങ്ങിൽ പറയുമില്ല, നിങ്ങൾ അതിന് സമാന്തരമായിട്ട് രീതിയിലുള്ള ഒരു ടിപ്പിക്കലി അതിനോട് അടുപ്പിച്ച് മീനിങ് വരുന്ന ഒരു വാക്ക് റീറൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് പറഞ്ഞു. അപ്പോൾ ഡബ്ബിങ്ങിൽ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. കഥയിലാണെങ്കിൽ അത് വേറെ രീതിയിലൊരു മാറ്റങ്ങൾ വന്നിട്ടില്ല, എന്നാൽ മീനിങ് മനസ്സിലാവേണ്ട രീതിയിൽ ആ സീന് മനസ്സിലാവുകയും ചെയ്തു. ആൾക്കാർക്ക് കാണുമ്പോഴത്തേനും അത് ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ചില കാര്യങ്ങൾ അബ്രപ്റ്റായിട്ട് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ലഘൂകരിച്ച് നമ്മൾ പറയുമ്പം പീപ്പിൾ ഓൾസോ വിൽ എൻജോയ് വെൻ പടങ്ങൾ വാച്ച് ചെയ്യുമ്പം. അപ്പോൾ അങ്ങനെ നിറയെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ സിനിമയിൽ ആരും ഫോഴ്സ് ചെയ്ത് ഒന്നും ചെയ്യിപ്പിക്കില്ല, അത് ഡെഫിനറ്റായിട്ടും ആരും ഫോഴ്സ് ചെയ്തൊന്നും ചെയ്യിപ്പിക്കില്ല.
ഫോഴ്സ് ചെയ്യുന്നത് ചിലപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കാം. ചിലപ്പോൾ ഒറ്റയ്ക്ക് അഭിനയിക്കാൻ വരുന്ന ആർട്ടിസ്റ്റുകൾ, അല്ലെങ്കിൽ അവർക്കൊരു സേഫ്റ്റി ഇല്ല, സെക്യൂരിറ്റി ഇല്ല, കൂടെ ആരുമില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് വിചാരിക്കുന്നവരെ ചിലപ്പം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവണം. പക്ഷെ അത് ഓവർകം ചെയ്യേണ്ടത് അത് അവരെ സേഫ് ഗാർഡ് ചെയ്യണം. അത്രയാണ് എനിക്ക് പറയാനുള്ളൂ. വേറെന്താ? അടുത്ത സിനിമയിലേക്ക് വരികയാണെങ്കിൽ കഥാപാത്രത്തെ എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു? ഒരു പോലീസ് ഓഫീസറിന്റെ വേഷമാണ്. പോലീസ് ഓഫീസറിന്റെ വേഷം ഇതിനകത്ത് ഫൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിനകത്ത് വലിയ അടിപിടി അല്ലെങ്കിൽ ബോൾഡായിട്ടുള്ളൊരു സ്ട്രോങ് ഓഫീസർ അങ്ങനെയല്ല. ജസ്റ്റ് കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ, ചോദ്യോത്തരങ്ങൾ ചെയ്യുന്ന സീക്വൻസസ് ആണ് കൂടുതലും ഉള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു തമിഴിൽ ചെയ്തപ്പോൾ കുറച്ച് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്ത് ഇഞ്ചുറി ഒക്കെ ആയിട്ടുണ്ട്. ഇതിൽ വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്. മലയാള സിനിമയിൽ 2 കഥാപാത്രങ്ങൾ ചെയ്തിട്ട് അഭിനയിക്കാൻ കൂടുതലും നന്നായിട്ട് ചെയ്യാൻ കഴിവുകൾ തെളിയിച്ച ആളാണ്. എന്തുകൊണ്ട് വീണ്ടും തമിഴിലേക്കും തെലുങ്കിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു? അങ്ങനെയില്ല. ഞാൻ ലാംഗ്വേജിലോ അല്ലെങ്കിൽ ഒരു ഫീൽഡോ ആയിട്ട് വ്യത്യാസം കാണുന്നില്ല. ഓൺലി തിങ് ഈസ് നമ്മൾ പറയുന്ന ഭാഷ മാത്രമാണ്, പർട്ടിക്കുലർലി ഭാഷ മാത്രമാണ് വ്യത്യാസമുള്ളത്. വർക്കിംഗ് സ്റ്റൈൽ എല്ലായിടത്തും ഒരുപോലെയാണ്. ഫെസിലിറ്റീസ് കുറവാണ് ചില സ്ഥലത്തൊക്കെ. ഇപ്പോൾ ഞാൻ കന്നഡ മൂവി അഭിനയിച്ചപ്പം കാരവാൻ ഉണ്ടായിരുന്നില്ല. ഒരു മൂവി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തപ്പോൾ കാരവാൻ ഉണ്ടായില്ല. നമുക്ക് അവിടെ ഒരു വീടുണ്ട്, ആ ലൊക്കേഷനിൽ തന്നെയാണ് നമ്മൾ, ആ വീട്ടിലാണ്, റൂമിൽ തന്നെയാണ് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തതും വാഷ്റൂം ഷെയർ ചെയ്ത് യൂസ് ചെയ്തതും എല്ലാം. അപ്പം അത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രൊഡക്ഷനാണ്. നമ്മൾ അവിടെ മലയാളത്തിൽ ഒരു സിനിമ ചെയ്തപ്പം കാരവാൻ ഇല്ലായിരുന്നു. കാരണം നമ്മൾ റിമോട്ട് വില്ലേജ് ഏരിയയിൽ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അവിടുത്തെ ഫെസിലിറ്റീസ് നമുക്ക് അവിടെ കൊണ്ടുപോയി ഒരു കാരവാൻ, അതിനൊക്കെ ഒരു പവർ സപ്ലൈ അതൊക്കെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾ ആർട്ടിസ്റ്റുകൾ അതനുസരിച്ച് നമ്മളെല്ലാവരും ഷെയർ ചെയ്തും കെയർ ചെയ്തും ഒക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ഡിമാൻഡ് ലൈക്ക് എല്ലാ സെറ്റിലും എല്ലാ മേജർ ഫെസിലിറ്റീസും വേണം എന്നുള്ളത്. ഇപ്പോൾ ഫോറസ്റ്റ് ഷൂട്ടിങ് നമ്മൾ പോവുകയാണെന്ന് വിചാരിച്ചോ, അവിടെ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഇല്ല. പക്ഷേ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും എല്ലാവരും കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ. ചില സമയത്ത് ഇപ്പം കൊള്ളിമല ഹിൽസിൽ ഞാൻ ഷൂട്ടിങ്ങിന് പോയപ്പോഴത്തേനും ഈ 3 മല ഇങ്ങനെ കയറി വേണം മേളിൽ ടോപ്പിൽ പോകാൻ. അപ്പം മറ്റേ ജീപ്പ് മാത്രമേ പോവുകയുള്ളൂ, അവിടെ കാരവാനൊന്നും പോകത്തില്ല. കാരവാൻ ഇത്രയും ടോപ്പിൽ കയറി വരത്തില്ല. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ ഒരു ചെറിയ പ്രഷർ കുക്കറുണ്ട്. ആ കുക്കറിൽ ഞങ്ങളെല്ലാവരും ഈ റൈസ് വന്നിട്ട് കഞ്ഞിയായിട്ട് വെച്ചിട്ട് പപ്പടവും അച്ചാറും ഇതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ലഞ്ച് ബ്രേക്ക് എടുക്കുന്നത് ഞങ്ങളെല്ലാവരും അങ്ങനെ ഷെയർ ചെയ്തിട്ട് ഫുഡ് ഷെയർ. അപ്പോൾ താഴെന്ന് ഫുഡ് മേളിലെത്തുമ്പോൾ 4 മണിയാവും. ശരിക്കും 1 മണിക്ക് ലഞ്ച് ബ്രേക്ക് പറയുമെങ്കിലും ആ താഴ്വാരത്ത് നിന്ന് മേളിൽ വരുമ്പം മലയാളം മുകളിൽ ഫുഡ് എത്തുമ്പോൾ 4 മണിയാവും. അപ്പോൾ അതുവരെ നമുക്ക് അത്രയും നേരം നമ്മൾ രാവിലെ തൊട്ട് 6 മണിക്ക് സൺലൈറ്റ് ഷോട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ പോയതായിരിക്കണം. അപ്പോൾ അത്രയും സമയം നമുക്ക് ഫുഡ് കഴിക്കാണ്ടിരിക്കാനും പറ്റില്ല. അപ്പോൾ വി വിൽ ബി ഷെയറിങ് എവറിത്തിങ്. സോ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രൊഡക്ഷൻ. നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രൊഡക്ഷൻ്റെ ഫെസിലിറ്റീസ് തരുന്നതനുസരിച്ചിരിക്കും. ആർട്ടിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഇല്ലാതെ വർക്ക് ചെയ്യുന്നതനുസരിച്ചിരിക്കും. അതുപോലെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി വേണം. അങ്ങനെ കുറേ കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻസിഡൻറ്റ്, ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ഇൻസിഡൻറ്റ് കാരണം ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ലൈക്ക് ആർട്ടിസ്റ്റ് മാനേജ്മെൻറ്റ്, കാസ്റ്റിംഗ്, അതുപോലെ ഫെസിലിറ്റീസ് കൊടുക്കുന്നത്, ദെൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തുപറ്റി? ഉത്തരമട്ടിയാ? ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ടിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന സംഭവം എന്ന് വെച്ചാല് വഴങ്ങിക്കൊടുക്കാതെ ഒരിക്കലും സിനിമയിൽ ചാൻസ് ലഭിക്കില്ല. അഥവാ വഴങ്ങിക്കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നീട് ചാൻസസേ ഉണ്ടാവില്ല, അങ്ങനെ പറയുന്നുണ്ട്. അതിനോട് മാഡം എത്രത്തോളം? ഒരിക്കലും യോജിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിന്ന് സിനിമയിൽ ഉണ്ടാവേണ്ട കാര്യമില്ല. ഐ എം എ ജെന്യൂൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ എം വർക്കിംഗ് ഇൻ വെരി ഗുഡ് പ്രൊഫഷണൽ വേ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ആക്ച്വലി എനിക്ക് തോന്നുന്നത് പുറത്താണ് കുറച്ചുകൂടി നമ്മളെ ചൂഷണം ചെയ്യപ്പെടുന്നത്, മിസ്യൂസ് ചെയ്യുന്നതും മോളസ്റ്റ് ചെയ്യുന്നതും യൂട്ടിലൈസ് ചെയ്യുന്നതും, അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞ് ആകാംക്ഷപ്പെടുത്തിയിട്ട് ഓരോരുത്തരെയൊക്കെ മിസ്യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്ന ഒരുപാട് സ്റ്റോറീസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളുടെയും കോമൺ പീപ്പിളിൻ്റെ ലൈഫിലെ സ്റ്റോറീസ് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സിനിമയിലെ ഇൻസിഡൻസ് എന്ന് പറയുന്ന ഒറ്റപ്പെട്ട സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലുമില്ല സിനിമയിൽ. അങ്ങനെ ആരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോഴ്സ് ചെയ്ത് ആരും ഒന്നും ചെയ്യിപ്പിക്കില്ല. ഓൺലി ഇഫ് വി വില്ലിങ് ഓൺലി വി വിൽ അഫക്റ്റ് ഓൺ ദാറ്റ്. എൻ്റെ അച്ഛൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നിൻ്റെ പ്രൈവറ്റ് സ്പേസിലേക്ക് നീ ആരെങ്കിലും വരുത്താനായിട്ട് കടത്താനായിട്ട് ഒരു അനുമതി കൊടുത്താൽ മാത്രമേ അവർ നിൻ്റെ പ്രൈവറ്റ് സ്പേസിലേക്ക് വരുള്ളൂ, അല്ലെങ്കിൽ അവർ വരില്ല. അപ്പോൾ ഇഫ് യു സേ നോ, ഇഫ് യു ക്യാൻ ഏബിൾ ടു സേ നോ എന്ന് പറയാൻ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നത്തിങ് വിൽ ഹാപ്പൻ. അങ്ങനെ വിശ്വസിക്കുന്ന പോളിസിയിലുള്ള ഒരാളാണ് ഞാൻ. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്താലേ സക്സസ് ആകാൻ പറ്റുള്ളൂ, അങ്ങനെ ചെയ്താലേ വരാൻ പറ്റുള്ളൂ, അങ്ങനെ എല്ലാത്തിനും റെഡി ആണെങ്കിൽ മാത്രമേ. ഇപ്പം ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ 90s കിഡാണ് ഞാൻ.
ഗ്ലാമറായിട്ട് ഡ്രസ്സ് ധരിക്കുന്നത് പോലും, അതായത് അതൊരു ഭയങ്കര ചർച്ചാ വിഷയമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കൗമുദി പോലത്തുള്ള കുറേ മീഡിയ ആൾക്കാർ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇനിയ ബോൾഡായിരുന്നു, ഇനിയുടെ ലേറ്റസ്റ്റ് ഫോട്ടോഷൂട്ട്, ഗ്ലാമറസ് ഫോട്ടോഷൂട്ട്, അങ്ങനെ ഇങ്ങനെ. അപ്പം ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്, ഫേസ് ചെയ്യുന്നതാണ് നമ്മൾ. ഇപ്പോൾ പിന്നെ അതൊരു മോഡേൺ എന്ന് പറയുന്നത്, ഗ്ലാമർ എന്ന് പറയുന്നത് അത്ര വിഷയമല്ല, ബിക്കോസ് സോഷ്യൽ മീഡിയ ഇസ് വെരി ആക്റ്റീവ്. സോ അതുകൊണ്ട് അതൊന്നും വലിയ പുതുമയല്ല. വയറ് കാണിക്കുന്നതും ക്ലീവേജ് കാണിക്കുന്നതും ഹിപ്പ് കാണിക്കുന്നതും തൈസ് കാണിക്കുന്നതും മോഡേൺ ആവുന്നതും അവരവരോ ഇഷ്ടത്തിനുള്ള ഒരു ഡ്രസ്സ് ഇടുന്നതും ഒന്നും വലിയ വിഷയമല്ല. പക്ഷേ എന്നിരുന്നാലും ഞാനും ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ കടന്നുപോയി, ഐ മീൻ ഇൻസിഡൻസുകൾ, അതൊക്കെ ടാക്കിൾ ചെയ്യണം. ലൈക്ക് നമ്മളെന്ന് പറയുന്നത്, നമ്മൾ സിനിമ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മൾ ഉപജീവന മാർഗമായിട്ടാണ് നമ്മൾ സിനിമ കണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു കലയായിട്ടാണ് കാണുന്നത്. അത്രയും പ്രൊഫഷണലായിട്ട് സീരിയസ് ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് പ്രൊഫഷൻ. വെറുതെ വന്ന് അടിച്ചു പൊളിച്ചിട്ട് പോകാനോ ടൈം പാസ് ചെയ്തിട്ട് പോകാനോ കുറേ പൈസ ഉണ്ടാക്കി കുറേ ഫെയിം ആക്കിയിട്ട് പോകാൻ അങ്ങനെ വിചാരിച്ച് വരുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അപ്പം ഞാൻ സിനിമയെ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരെ വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട്, മുതിർന്ന ആർട്ടിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവരെ എണീച്ച് നിന്ന് ബഹുമാനിക്കാനും അവർ നമസ്കാരം പറയാനും ഒക്കെ പഠിപ്പിച്ചിട്ടൊക്കെയാണ് എന്നെ എൻ്റെ അച്ഛനും അമ്മയും ഫീൽഡിലേക്ക് വിട്ടത്. മാത്രമല്ല എൻ്റെ റൈറ്റും ലെഫ്റ്റും എന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഒരു സേഫ് സോൺ, അല്ലെങ്കിൽ എനിക്കൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു സുരക്ഷിത ഉള്ള ഒരു അന്തരീക്ഷം എനിക്കുണ്ടായത് കൊണ്ടാവണം. ലൈക്ക് ഐ ഡിഡൻറ്റ് ഫീൽ എനിത്തിങ് അബൌട്ട് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് വെച്ചിട്ട് സിനിമ ഒരിക്കലും അങ്ങനെ ഒരു മോശമായ രീതിയിൽ ഇരുന്നാൽ മാത്രമേ സിനിമ കിട്ടുള്ളൂ, അല്ലെങ്കിൽ സിനിമ ചെയ്യണമെങ്കിൽ അങ്ങനെ ആവണം, ആയിത്തീരണമെന്ന് ഒരിക്കലുമില്ല.